കർത്താവ് മഹത്വപ്പെടട്ടെ. വന്ദനായ റമ്പാച്ചൻ, ശ്രേഷ്ഠായ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റർ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നോമ്പിൻ്റെ വലിയ അനുഭവത്തിലൂടെ കടന്നുപോയി അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം വരികയാണ്. ഒരു മാറാനായ നോമ്പിലൂടെയാണ് നാം ഇപ്പോൾ പോകുന്നത്. കർത്താവിനടുത്ത നോമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്മസിന് മുമ്പുള്ള നോമ്പ് അത് പിതാവാം ദൈവത്തോടുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. ഉയർപ്പിന് മുമ്പുള്ള നോമ്പ് പുത്രനാം ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ്. പെന്തക്കോസ്തി കഴിഞ്ഞു വരുന്ന ശ്ലീഹന്മാരുടെ നോമ്പ് പരിശുദ്ധ റൂഹായാം ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയും സ്തോത്രം കരയറ്റലുമാണ്. അതുകൊണ്ടാണ് ഇതിന് മാറാനായ നോമ്പ് എന്ന് വിളിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നോമ്പിൻ്റെ അവസാനം പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അതിനെ തുടർന്ന് 12 ശ്ലീഹന്മാരെ ഒരുമിച്ച് ഓർക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ്. ജൂൺ മാസം 30-ാം തീയതി 12 ശ്ലീഹന്മാരെ ഒരുമിച്ച് ഓർക്കുന്നു. തൊട്ടു പിന്നാലെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായെയും ഒറ്റയ്ക്ക് ഓർക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പരിശുദ്ധ പരുമല പുണ്യവാൻ്റെ കബറിടമുള്ള ദേവാലയമാണെങ്കിലും ഇത് സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധനായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമത്തിലാണ്. അപ്പോൾ ഇവിടെയും വലിയൊരു പെരുന്നാൾ സമയങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36 മുതൽ 10-ാം അധ്യായം 5-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെ നോക്കി അവരിൽ മനസ്സലിയുന്ന ഒരു രംഗമാണ് വേദവായന ഭാഗത്തിൻ്റെ ആരംഭമായി കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ജനത്തെ നോക്കി മനസ്സലിയുന്നു. തൊട്ടു പിന്നാലെ ശിഷ്യന്മാരോട് കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമാകുന്നു. അതുകൊണ്ട് വിളവിൻ്റെ ഉടമസ്ഥനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കണമെന്ന് അപേക്ഷിപ്പീനെന്ന് പറയുകയാണ്. യേശു തമ്പുരാൻ തൻ്റെ ജനത്തെ നോക്കി മനസ്സലിയുകയാണ്. നമ്മളൊക്കെ സാധാരണ വിചാരിക്കുന്നത് അവർക്ക് ശാരീരികമായ വിശപ്പുണ്ട് എന്നതുകൊണ്ട് ആണ് അവരിൽ മനസ്സലിഞ്ഞത്, അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായ ചില ബലഹീനതകളുണ്ട് എന്നതുകൊണ്ടാണ് അവരെ നോക്കി മനസ്സലിഞ്ഞത് എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. അത് ശിഷ്യന്മാരെ വിളിച്ച് അവരെ ഭരമേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായും ശാരീരികമായ ബലഹീനതകൾ, അപ്പത്തിന് വേണ്ടിയുള്ള അവരുടെ കാംക്ഷ, ഇതിനപ്പുറമായി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആധ്യാത്മികമായ അവരുടെ ജീവിത നിലവാരത്തെ കൂടി കണ്ടുകൊണ്ടാണ് കർത്താവ് അവരിൽ മനസ്സലിയുന്നത്. ഇടയന്മാർ തൻ്റെ ജനത്തെ നോക്കുമ്പോൾ അവരുടെ സമൂലവും സമഗ്രവുമായ ജീവിത നിലവാരത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി കൃത്യമായി വേലക്കാരെ നിയോഗിക്കുകയും ചെയ്യണമെന്നുള്ളത് ഈ വേദവായന ഭാഗം നമ്മോട് വളരെ ശക്തമായി പറയുകയാണ്. പരിശുദ്ധനായ പത്രോസ്, പൗലോസ്, തോമ തുടങ്ങി യോഹന്നാൻ ശ്ലീഹ വരെയുള്ള ശ്ലീഹന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതുതന്നെയാണ്. നമ്മുടെ ആരാധനയിൽ നാം കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ശരീരാത്മ ദേഹികളുടെ വിശുദ്ധിയും ശക്തിയും. അത് ഇന്നത്തെ നമ്മുടെ ആരാധനയിലും നാം ദൈവത്തോട് യാചിച്ച കാര്യമാണ്. നമ്മിൽ കുടികൊള്ളുന്ന നന്മയും തിന്മയും തിരിച്ചറിയുവാനും തിന്മയുണ്ട് എങ്കിൽ അവയെ മാറ്റി നമ്മെ തന്നെ സമൂലമായി വിശുദ്ധീകരിക്കാനുള്ള ഒരാഹ്വാനം ഇവിടെയുണ്ട് എന്നത് നാം വിസ്മരിക്കരുത്. ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ ആദ്യ കാര്യം നിങ്ങൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കണമെന്നാണ്. ഭക്ഷണം കൊടുക്കണം എന്നത് പിന്നീടാണ് പറയുന്നത്. അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, രോഗങ്ങളെ സൗഖ്യമാക്കണം.
പിന്നെയാണ് അപ്പം നൽകുന്ന കാര്യമൊക്കെ പറയുന്നത്. അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, രോഗങ്ങളെ സൗഖ്യമാക്കണം. എന്താണ് ഒരു ശിഷ്യന്റെ നിയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കർത്താവ് ഇവിടെ വളരെ ഭംഗിയായി പറയുന്നത്. എക്സോസിസം എന്നത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള ഒന്നാണ്. വിശുദ്ധ മാമോദീസ എന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ഉച്ചാടന ശുശ്രൂഷയിൽ ഭാഗവാക്കായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മയെ അകറ്റുവാനുള്ള വലിയ നിയോഗം സ്വീകരിച്ചവരാകുന്നു എന്നുള്ളതാണ്. 12 സ്ലീഹന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല അല്ല ഇത്. പിന്നെയോ ശ്ലൈഹിക സഭയായ സഭയിലെ അംഗങ്ങൾ ആയ നമുക്ക് എല്ലാവർക്കും ഉള്ള നിയോഗമാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. നമ്മുടെ എല്ലാവരുടെയും ചിന്ത മറ്റൊരാളിലാണ് അശുദ്ധാത്മാവ്, എന്നിൽ അശുദ്ധാത്മാവൊന്നും ഇല്ല എന്നാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയല്ല, ആദ്യം നമ്മിലുള്ളതിനെ മാറ്റണം, തുടർന്ന് മറ്റുള്ളവരിലേക്ക് നോക്കണം. ഞാൻ നന്നായി നിങ്ങളെ നന്നാക്കണം, നാം നന്നാകണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർ നന്നാവുകയുള്ളൂ എന്ന വളരെ വലിയൊരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എങ്കിൽ മാത്രമേ രോഗങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് ഒരു ക്രോണോളജിക്കൽ ഗ്രേഡിംഗ് സിസ്റ്റം ഇവിടെ കർത്താവ് വളരെ ഭംഗിയായി നൽകിയിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുക, പ്രസംഗിക്കുക, അതുപോലെ തന്നെ പിശാചുക്കളെ പുറത്താക്കുക, ഇങ്ങനെ ചില കാര്യങ്ങളാണ്. എക്സോസൈസിങ്, ഹീലിംഗ്, പ്രീച്ചിങ്, ഇതൊക്കെയാണ് ശിഷ്യന്മാരുടെ നിയോഗമായി നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് സ്ലീഹന്മാരുടെ ഓർമ്മയെ നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട വലിയ നിയോഗങ്ങളാണ് എന്ന് ചിന്തിക്കണം. അച്ഛന്മാരും തിരുമേനിമാരും മാത്രമല്ല ഈ നിയോഗങ്ങൾ സ്വീകരിക്കേണ്ടത്. സത്യക്രിസ്ത്യാനികളാകുന്ന നാമെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ കർത്താവിൻ്റെ ശ്ലൈഹിക സഭയിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് സ്ലീഹന്മാരെ പോലെ നിയോഗം സ്വീകരിച്ച് നാം ഏത് സ്ഥാനത്തായിരിക്കുന്നോ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് ഒക്കെ കൃത്യമായി ചെയ്യുവാനുള്ള വലിയ വിളിയും നിയോഗവും ഇവിടെയുണ്ട്. സ്ലീഹന്മാരുടെ ഓരോരുത്തരെയും പേരുകൾ ഇന്നത് 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 എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. നിങ്ങൾ പുറജാതികളുടെ വഴിയെ പോകരുത്, ശമര്യരുടെ നഗരത്തിൽ പ്രവേശിക്കരുത്. പ്രധാനമായി പോകേണ്ടത് ഇസ്രായേൽ കുലത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് ആകുന്നു. കർത്താവ് ഇവിടെ ഇങ്ങനെ പറയുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തൻ്റെ ഉത്ഥാനത്തിൻ്റെ നാളുകളിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകമൊക്കെയിലും പോവുക, എല്ലായിടങ്ങളിലും പോവുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതിനെ ആക്ഷരികമായിട്ട് നമുക്ക് എടുക്കുക പ്രയാസമാണ്. പിന്നെ എന്താണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത്? യേശു തമ്പുരാനോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വൃത്തിയുള്ളവരായി നടക്കണം, അശുദ്ധി വെടിയണം, പാപം വെടിയണമെന്നാണ്. നിങ്ങളുടെ പോക്ക് നേരെയാകണമെന്നർത്ഥം, നിങ്ങളുടെ നടത്ത നേരെയാകണമെന്നർത്ഥം. നമ്മുടെ സഭയുടെ പേര് ഓർത്തഡോക്സ് എന്നാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സ്തുതിചൊവ്വുള്ളത്, നേരെയുള്ളത് എന്നാണ്. ഓർത്തഡോക്സി ഈസ് ഓർത്തോപ്രാക്സിസ് എന്ന് പിതാക്കന്മാർ പറയാറുണ്ട്. ഓർത്തഡോക്സ് വിശ്വാസം എന്നത് നേരെയുള്ള നടപ്പാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ നേരെ നടക്കുന്ന നാം ഇന്ന് പലപ്പോഴും ചില വളവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നാം ഇന്ന് കാണുന്നതായ ചില കാഴ്ചകൾ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കൾ, സ്ലീഹന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരെ പോലെ കുറഞ്ഞ പക്ഷം അതിൻ്റെ 10-1 ആയി മാറി നേരെ നടക്കുവാനുള്ള വിളിയും നിയോഗവും നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. പത്രോസും പൗലോസും ഒക്കെ 2 തരത്തിലുള്ള ആളുകളാണ്. പത്രോസ് സ്ലീഹന്മാർ പ്രധാനിയാകുന്നുവെങ്കിലും മുക്കുവനായിരുന്നു, വലിയ പാണ്ഡിത്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. പൗലോസിന്റെ കഥ വളരെ വ്യത്യസ്തമാണ്. പൗലോസ് ന്യായപ്രമാണത്തെ, വേദപ്രമാണത്തെ മുഴുവനും അരച്ചു കലക്കി കുടിച്ച ഒരു വേദപണ്ഡിതനായിരുന്നു. പക്ഷേ കർത്താവിന് മുമ്പിൽ 2 പേരുടെയും തലയെടുപ്പ് ഒന്ന് തന്നെയായിരുന്നു. ഒരാൾ തല കീഴായി മരിച്ചുവെങ്കിൽ മറ്റേയാൾ വാളിനാൽ കൊല്ലപ്പെട്ടു. 2 പേർക്കും രക്തസാക്ഷി മരണം. അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും രക്തസാക്ഷി മരണം. ഒരാളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് ഏത് തരത്തിലുള്ള മരണമെന്ന് നിർവചിക്കുവാനൊക്കാത്തത്. ബാക്കി എല്ലാവർക്കും രക്തസാക്ഷി മരണം.
എല്ലാവർക്കും തലയെടുപ്പൊന്ന്, പക്ഷെ തലക്കനം വേണ്ട എന്ന് കർത്താവ് കൃത്യമായി പറയുന്നു. ഇത് നമ്മോട് പറയുന്ന കാര്യമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ ധാരാളം ഉണ്ടാകും. ചിലപ്പോൾ മരണവും അപ്രകാരം തന്നെ സംഭവിക്കും. പക്ഷെ തലയെടുപ്പോടുകൂടി ക്രിസ്തുവിനെ സാക്ഷിക്കുക, തലക്കനം കൂടാതെ ക്രിസ്തുവിനെ സാക്ഷിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ നിയോഗം. ദൈവം തമ്പുരാൻ ശ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.